എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സരിത പ്രേം. സമ്മർ സ്കിൻ റുട്ടീൻ. ഇപ്പൊ അമിതമായ ചൂടാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്കിൻ കെയർ നോക്കേണ്ട ഒരു ടൈം കൂടിയാണ്. ഇല്ലെങ്കിൽ സൺബേണും ടാനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലെൻസർ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു 2 times എങ്കിലും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ മുഖം ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇത് മാത്രമല്ല, ഇതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഇന്നത്തെ ക്ലൈമറ്റിൽ നമുക്ക് സൺസ്ക്രീൻ നമ്മൾ ഇടുന്നത് ലാസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്തതിനു ശേഷം ഒരു വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുക. ആവറേജ് ഒരു 10% കോൺസെൻട്രേഷൻ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത് യൂസ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ ഒരു മാൻഡേറ്ററി ഫാക്ടർ അല്ല. ഇൻ കേസ് കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് യൂസ് ചെയ്യാവുന്നതാണ്. മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ. അതൊരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കല്. ഈ ഒരു ക്ലൈമറ്റ് എക്സ്ട്രീം ചൂടുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഏകദേശം SPF 40 മേളിലുള്ള സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്കിന്നിന്റെ അനുസരിച്ച്, അതായത് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ ക്രീം, ലോഷൻ, സൺസ്ക്രീൻസ് നിങ്ങൾ ഒഴിവാക്കുക. കുറച്ച് ജെൽ ഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് തരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഭയങ്കര പിഗ്മെന്റേഷനും മെലാസ്മയൊക്കെ ഫേസിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടിൻറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. നിങ്ങൾ വെളിയിൽ പോകും, കൂടുതൽ സ്വെറ്റ് ആവും എന്നുണ്ടെങ്കിൽ ഒരു 2-3 hours കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ സൺസ്ക്രീൻ സ്പ്രേ ഫോമിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എക്സ്ട്രീം ആയിട്ടുള്ള ചൂടിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഡേ കെയർ. ഇനി നൈറ്റിലാണെങ്കിലും സെയിം ആയിട്ടുള്ള റുട്ടീൻ വരും. സൺസ്ക്രീൻ അതിൽ മാൻഡേറ്ററി അല്ല. കാരണം ഇപ്പൊ നിങ്ങൾ സ്ക്രീനിലായിട്ടൊക്കെ ഒത്തിരി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്ലൂ ലൈറ്റിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്തിട്ട് നല്ലൊരു സിറം, ഒരു നിയാസിനമൈഡോ അല്ലെങ്കിൽ കോജിക് ആസിഡിന്റെയോ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു സിറം നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത് എക്സ്റ്റേണലി. ഇനി ഇന്റേണലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം എക്സ്ട്രീം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതേപോലെ ഫ്രൂട്ട് ജ്യൂസസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അഡ്വൈസബിൾ ആണ്. കരിക്ക് വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാട്ടറി കണ്ടന്റ് ഉള്ള, അതായത് ഇപ്പൊ വാട്ടർമെലോൺ, മാംഗോ, അതുപോലെ വാട്ടറി കണ്ടുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ ലീഫി ആയിട്ടുള്ളത്, അതേപോലെ കുറച്ചുകൂടെ നല്ല സർക്കുലേഷൻ കൂടുന്നതായിട്ടുള്ള ബീറ്റ്റൂട്ട്, അങ്ങനത്തെ ക്യാരറ്റ്, അതുപോലത്തെ വെജിറ്റബിൾസിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡീപ് ഫ്രൈഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ള ഫുഡ് ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും അതിലേക്ക് ഷെയർ ചെയ്യുക.